മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് ഇഡി നൽകിയ പുതിയ സമൻസിൽ വെള്ളിയാഴ്ച വരെ കടുത്ത നടപടികൾ പാടില്ലെന്നും തൽസ്ഥിതി തുടരണമെന്നും ഹൈക്കോടതി. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇഡിക്ക് നിർദ്ദേശം. ഇഡിയുടെ പുതിയ സമൻസ് ചോദ്യം ചെയ്ത് ഐസക് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. മസാല ബോണ്ട് കേസിലെ ഇഡിയുടെ പുതിയ സമൻസിൽ തോമസ് ഐസക്കിനെതിരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി തൽസ്ഥിതി തുടരാനും നിർദ്ദേശം നൽകി. സമൻസ് സ്റ്റേ ചെയ്തതായി കണക്കാക്കരുതെന്ന് ഇഡി ആവശ്യപ്പെട്ടപ്പോൾ കടുത്ത നടപടികൾ സ്വീകരിക്കില്ലെന്ന് ഉറപ്പാക്കാനാണ് തൽസ്ഥിതി തുടരാൻ നിർദ്ദേശം നൽകിയതെന്ന് ജസ്റ്റിസ് ടി.ആർ. രവി ചൂണ്ടിക്കാട്ടി. തുടർന്ന് പുതിയ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഐസക്കിന്റെ ഉപഹർജി വിശദവാദത്തിനായി മാറ്റിയ ഹൈക്കോടതി ഇഡിയോട് മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കുവാനും ആവശ്യപ്പെട്ടു. മസാല ബോണ്ട് കേസിൽ ഫെമ നിയമലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ഇഡി തോമസ് ഐസക്കിന് നാളെ ഹാജരാകാനായി 7ാം തവണയും നോട്ടീസ് നൽകിയത്. എന്നാൽ സമൻസ് ചോദ്യം ചെയ്ത് കോടതിയിൽ ഹർജിയിരിക്കെ വീണ്ടും പുതിയ സമൻസ് അയക്കുന്നത് കോടതിയോടുള്ള അനാദരവാണെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയാണ് താൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ അട്ടിമറിക്കാനാണ് ഇപ്പോഴുള്ള ഇഡിയുടെ നീക്കം. ഇഡി ആവശ്യപ്പെട്ട രേഖകൾ കിഫ്ബി നൽകിയിട്ടുണ്ട്. പുതിയ സമൻസ് തന്റെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താനെന്നും ഹർജിയിൽ ഐസക് വാദമുന്നയിച്ചിരുന്നു. മസാല ബോണ്ട് ഇടപാടിലെ ഫെമ നിയമലംഘനങ്ങൾ തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നതായും കിഫ്ബിയുടെ രേഖാമൂലമുള്ള മറുപടി ഇക്കാര്യം ശരിവെക്കുന്നുവെന്നും നേരത്തെയുള്ള ഹർജിയിൽ ഇഡി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ജനം, കൊച്ചി.